നമ്മളിന്ന് കാണാൻ പോകുന്നത്, അതായത് അറിയാൻ പോകുന്നത്, പാവുമ്പ കാളിക്ഷേത്രത്തിനെ കുറിച്ചാണ്. പാവുമ്പ കാളിക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി താലൂക്കിലെ തഴവിയിലുള്ള ഒരു പുരാതന ഗ്രാമമായ പാവുമ്പയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിന് പറയാൻ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഐതിഹ്യങ്ങളും ചരിത്രങ്ങളുമുണ്ട്. പ്രത്യേകിച്ചും ദുർഗാദേവിയുടെ രൂപത്തിലുള്ള ഉഗ്രരൂപിണിയായ ഭദ്രകാളിയാണ് ഇവിടെ ആരാധന. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠയും ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗവും ക്ഷേത്രത്തിൻ്റെ പുരാണമായ കാര്യങ്ങളും അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ മുഴുവൻ കാണുക. പാവുമ്പ ഗ്രാമത്തെ പണ്ടുകാലത്ത് പാമ്പുമ്പ എന്നാണ് വിളിച്ചിരുന്നതെന്ന് പഴമക്കാർ പറയുന്നു. അത് ലോപിച്ചാണത്രേ പാവുമ്പ ആയത്. പണ്ട് കുറ്റവാളികളെ കണ്ടെത്തുന്നതിനുള്ള മാർഗം സത്യം ചെയ്യലായിരുന്നു. ഇന്നത്തെ കോടതികളുടെ സ്ഥാനം ക്ഷേത്രങ്ങളായിരുന്നു. നാടുവഴികളും പ്രഭുക്കളും ഈ കുറ്റവിചാരണ പാവുമ്പയിൽ നടത്തി വന്നതിന് തെളിവുകൾ ഇപ്പോഴും നിലനിൽക്കുന്നു. പാവുമ്പ ക്ഷേത്രത്തിന്റെ വടക്കേ മണ്ഡപത്തിന്റെ അടിവശത്തായി ഒരാളിന്റെ ചുരുട്ടിയ കൈ കയറ്റുന്ന ഒരു ദ്വാരം ഇന്നും കാണാം. കുറ്റവാളി എന്ന് സംശയിക്കുന്ന ആളിന്റെ കൈ ചുരുട്ടി ഈ ദ്വാരത്തിലാക്കുന്നു. ആൾ കുറ്റക്കാരനാണെങ്കിൽ മണ്ഡപത്തിന്റെ അടിയിൽ സ്ഥിരതാമസക്കാരനായ സർപ്പം കയ്യിൽ കൊത്തിയത് തന്നെ. നിരപരാധിയാണെങ്കിൽ നാഗം ചലിക്കില്ല എന്നാണ് വിശ്വാസം. ഇവിടെ നടന്നിരുന്ന ഈ കുറ്റവിചാരണ ഏറെ പ്രസിദ്ധി നേടിയിരുന്നു. അതുകൊണ്ട് തന്നെ പാവുമ്പയും പ്രസിദ്ധമായി. ഒരു നാലമ്പലത്തിനുള്ളിൽ ശിവനും വിഷ്ണുവും ഒരേ സമയം പൂജിക്കപ്പെടുക എന്നത് വളരെ അപൂർവമാണ്. ഈ അപൂർവ 7 നൂറ്റാണ്ടിനകം പഴക്കമുള്ള പാവുമ്പ ക്ഷേത്രത്തിനുണ്ട് എന്നുള്ളത് ഇവിടുത്തെ പ്രത്യേകതകളിൽ സവിശേഷത അറിയിക്കുന്നതുമാണ്. ഐതിഹ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ക്ഷേത്രത്തിലെ ശാന്തിക്കാരനായിരുന്ന ബ്രാഹ്മണ യുവാവും കുറവ സമുദായക്കാരിയായ കാളി എന്ന യുവതിയും പരസ്പരം അനുരക്തരായി. ബ്രാഹ്മണ മേധാവിത്വവും ജാതാകൃതമായ ഉജീരശബ്ദങ്ങളും കൊടികൊണ്ടുവാണ കാലം. ബ്രാഹ്മണ സമുദായവും യുവാവിൻ്റെ ബന്ധുക്കളും ഈ ബന്ധത്തെ എതിർത്തു. ആ കമിതാക്കൾക്ക് പലവിധ പീഡനങ്ങളും ഏൽക്കേണ്ടി വന്നു. അവർ പിന്തിരിഞ്ഞില്ല. ഒടുവിൽ കാളി ഗർഭിണിയായെന്നറിഞ്ഞപ്പോൾ ജാതിക്കോയ്മകളുടെ ക്രൂരമായ പീഡനങ്ങൾ സഹിക്കവയ്യാതെ ആ യുവാവ് ആത്മഹത്യ ചെയ്തു. പ്രിയപ്പെട്ടവന് നേരിച്ച ദുരന്തവും തനിക്ക് നേരെ തുടർന്നു പോരുന്ന ഉപദ്രവങ്ങളും കാളിയെ ഏറെ ദുഃഖിപ്പിച്ചു. സ്വദേശത്ത് സ്വസ്ഥമായി ജീവിക്കുക അസാധ്യമായപ്പോൾ പരിഭ്രാന്തയായ ആ യുവതി ആരുമറിയാതെ നാടുവിട്ടു. കൊങ്കി അരിവാൾ കൊണ്ട് കഴുത്തറുത്ത് ആത്മഹത്യ ചെയ്തു. മരണാന്തരം ബ്രഹ്മരക്ഷസായി മാറിയ കമിതാവിന്റെ ശക്തിയാൽ കാളി ഉഗ്രരൂപിണിയായി അതിശക്തിയായി നിലകൊള്ളുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. പ്രതികാരദാഹിയായ മാറിയ കാളിയുടെ ഉപദ്രവത്തിന് ഇരയാകുന്നവര് ഭൂരിപക്ഷവും സ്ത്രീകളാണ്. സ്വന്തം നാട്ടുകാരെ കാളിയമ്മ ഉപദ്രവിക്കുകയില്ലെന്നും ഒരു വിശ്വാസമുണ്ട്. കാളിയുടെ സമീപത്തായി ബന്ധുവായ കല്ലേലി അപ്പൂപ്പനെയും കുടിയിരുത്തിയിട്ടുണ്ട്. പഴയകാലത്ത് ഒരുപാട് കാർഷികമായിട്ടുള്ള മേഖലയുള്ള ഒരു പ്രദേശങ്ങളായിരുന്നു ഈ പാവുമ്പ എന്ന് പറയുന്ന ഗ്രാമം. അതായത് കൃഷിഭൂമിക്ക് ഒരു കാലത്ത് അതിരുകൾ തീർത്തിരുന്ന ഇടതൂർന്ന വളർന്ന കൈതച്ചെടികളാലായിരുന്നു കൈതോലകൾ മുറിച്ചെടുത്ത് തഴപ്പായി നിർമ്മിക്കുന്ന സ്ത്രീകൾ മിക്ക വീടുകളിലും ഉണ്ടായിരുന്നു. ചുരളിയിൽ പ്രദേശത്ത് ഒരു വിഭാഗങ്ങൾ ഈറ, മുള, വള്ളിച്ചെടികൾ മുതലായ ഉപയോഗിച്ച് കുട്ട, മുറം, വട്ടി തുടങ്ങിയ ഗാർഹിക ഉപകരണങ്ങൾ നിർമ്മിച്ചിരുന്നു. കർഷക തൊഴിലാളികളാണ് ഇവിടെ ധാരാളം ഉണ്ടായിരുന്നത്. സാമ്പത്തിക അടിത്തറയിലായിരുന്ന ആദ്യഘട്ട കാലങ്ങളിൽ ഇവിടെ കൂടുതലായി മരച്ചീനി, ചേമ്പ്, കിഴങ്ങ്, കാച്ചിൽ, ചേന, മുതിര, പയർ, പഞ്ഞിപ്പുല്ല്, ചാമ എന്നീ ഗ്രസ്യകാല വിളകളും മറ്റ് പച്ചക്കറി ഉൽപ്പന്നങ്ങളും ഇവിടെ സമൃദ്ധമായി കൃഷി ചെയ്തിരുന്നു. എന്തായാലും പ്രത്യേക ഒരു ആംബിയൻസ് ഉണ്ടായിരുന്നു ആ അമ്പലത്തിൽ പോയപ്പോൾ. നല്ല ഒരു കാഴ്ചകളും അവിടെ കുറെ അനുഭവങ്ങളും കാര്യങ്ങളും അറിയാൻ പറ്റി. അപ്പോൾ എന്തായാലും പോകാൻ പറ്റുന്നവർ പോവുക. അപ്പോൾ വീഡിയോ കണ്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലതേ നടക്കട്ടും.